guys, welcome back to Car Garage. Car Garage എന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഈ ഒരു വണ്ടി നമ്മളിവിടെ ഇടിച്ച് ആക്സിഡൻ്റ് ആയിട്ട് നമ്മുടെ ഗാരേജിലേക്ക് വന്നൊരു വണ്ടിയാണ്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ ആയിട്ടുള്ള വീഡിയോ അല്ല, ഈ ഒരു വണ്ടിയിൽ നമ്മൾ ബോണറ്റിന് ഷോക്ക് അബ്സർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു ബോണറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 12 കിലോ വെയിറ്റ് വരുന്നുണ്ട്. 12 കിലോ വെയിറ്റിന് നമ്മൾ പൊക്കാനുള്ള ആ ഒരു രീതിയിലുള്ള ഹൈഡ്രോളിക് ഷോക്ക് അതിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ തുറന്ന് വരും. ഇങ്ങനെ 2 ഷോക്ക് അബ്സറാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. മേജറായിട്ടുള്ള പാച്ചും കാര്യങ്ങളും അല്ലെങ്കിൽ ഫ്രെയിം കട്ട് ചെയ്തിട്ടൊന്നുമല്ല, സിമ്പിളായിട്ട്. എന്നാൽ ഈ ഷോക്ക് അബ്സർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ 4 നെറ്റ് ബോൾട്ട് 10 നെറ്റ് ബോൾട്ട് അഴിച്ചിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഷോക്ക് അബ്സറാണ് ഇതിന് ഫിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് ലോക്ക് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം സെക്കൻഡ് ലോക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു രീതിയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ കൊഞ്ചു വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. എമൗണ്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ കാണിച്ചാൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ വരാം. ഈ ഒരു എമൗണ്ട് വരുന്നത് നമ്മൾ ഇത് ടൈപ്പ് 4 നമ്മുടെ ഗാരേജിൽ കൺവേർട്ട് ചെയ്യുന്ന വണ്ടികൾക്കും, അതേപോലെ നിങ്ങൾ ഓൾറെഡി ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് മാത്രമാണ് വരണമെങ്കിൽ നമ്മളിപ്പോൾ ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ ഫെൻഡറും കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്യുന്നതാണ്. ഓൾറെഡി നമ്മൾ ഈ സൈഡിലെ സാധനങ്ങളെല്ലാം അഴിക്കേണ്ടതാണ്. പക്ഷേ ഈ ഒരു വണ്ടി ഈ ഒരു ഷോക്ക് അബ്സർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങളുടെ വണ്ടി കൊണ്ടുവരുമ്പോൾ നമ്മൾക്ക് ഇതൊക്കെ മൊത്തം അഴിച്ച് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണി കൂടുതൽ വരും. അതാണ് രണ്ട് എമൗണ്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം ആയെന്ന് വിചാരിക്കുന്നു. അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തായാലും അറിയിച്ചേക്കും. ഗാരേജിൽ നമ്മളുടെ ഒരു പ്ലാറ്റിനം എത്തിയോസ്, അതായത് നോർമൽ എത്തിയോസ് ആയിരുന്നു 2012 മോഡൽ, അതിനെ പ്ലാറ്റിനം മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തു. ടിയോട്ടോൺ കളറൊക്കെ അടിച്ചിട്ട് ഇത് ഫിനിഷ് ആയതുകൊണ്ടിരിക്കുന്ന വർക്ക്. അപ്പോൾ അതിൻ്റെ പോളിഷിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ സീറ്റ് എത്തിയിട്ടില്ല. ഇതിൻ്റെ ഫ്ലോറൊക്കെ എപ്പോച്ച് കോട്ടിങ്ങൊക്കെ ചെയ്ത് ഫ്ലോറൊക്കെ അത് വിരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഗ്ലാസും കാര്യങ്ങളൊക്കെ കയറ്റുന്ന പരിപാടിയിലേക്കാണ്. ടൈലൈറ്റൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വണ്ടി അടിച്ചിരിക്കുന്നത് ഡോൾട്ടോൺ കോമ്പിനേഷനാണ്. റൂഫ് ബ്ലാക്കും താഴെ സെൽറ്റോസിൻ്റെ റെഡ് കളറൊക്കെ അടിച്ചിട്ട് വണ്ടി ഇവിടെ കംപ്ലീറ്റ് ആയോണ്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ എത്തിയോസ് അങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് വണ്ടി ഡെലിവറി ആയിട്ടാണ്. എത്തിയോസിൻ്റെ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ വ്ളോഗ് ഇടുന്നത്. നമ്മളിവിടെ ഈ കിടക്കുന്ന ഒരു വണ്ടി ഈ ഒരു UP രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. വണ്ടിയുടെ സൈഡൊക്കെ നോക്കണമെങ്കിൽ അറിയാം, ബോഡി പ്രോപ്പർ ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രൈമർ അടിച്ചിട്ടിരിക്കുകയാണ്. അടിച്ചിരിക്കുന്നത് 2K ക്യാപ്സിയുടെ 2K പ്രൈമർ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് അടുത്തത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നു. പിന്നെ നമ്മൾ എത്തിയോസിന് സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പോർട്ടി ടൈപ്പ് സീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഞങ്ങളിപ്പോൾ സമയം 7 മണി കഴിഞ്ഞു. ഓവർ ടൈം നടക്കുന്നുണ്ട് സൈഡിൽ. ഒരു കാരണമായിട്ട് ഇന്നോവ ഡെലിവറി ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട്. സ്പോർട്ടി ടൈപ്പ് സീറ്റ് എത്തിയോസിന് ചെയ്യാൻ കസ്റ്റമർ അയച്ചത് ഈ ഒരു മോഡലായിരുന്നു. അപ്പോൾ എത്തിയോസ് ലിവയ്ക്ക് അതിൻ്റെ ഹെഡ് റെസ്റ്റ് വരുന്നത് ഇൻബിൽറ്റ് ആയിട്ടാണ്, സീറ്റിനോട് ചേർന്നിട്ട് തന്നെ ഹെഡ് റെസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ കസ്റ്റമർ അയച്ചപ്പോൾ നമ്മൾക്ക് ഹെഡ് റെസ്റ്റ് വരുന്ന ഒരു വ്യത്യാസം നികത്താൻ വേണ്ടിയിട്ട് ഈ ഒരു മോഡലിലേക്ക് നമ്മൾ ആ സീറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് ഡോർ പാഡ് ഗില്ലൂർ എല്ലാം മാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു സീറ്റ് ചെയ്തിരിക്കുന്നത്. നാപ്പ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. താൻ ആൻഡ് ബ്ലാക്ക്. താൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഡാർക്കായിട്ടുള്ള താൻ കളറായിരുന്നു. ബ്ലാക്ക് കോമ്പിനേഷനിൽ ചെയ്താണ്. സീറ്റിൻ്റെ അഭിപ്രായം എന്തായാലും നിങ്ങൾ അറിയിച്ചേക്ക് കേട്ടോ. അപ്പോൾ ഈ ഒരു സീറ്റ് ചെയ്തതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തായാലും അറിയിച്ചേക്ക്. അടുത്ത് നമ്മുടെ ഗാരേജിലെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗാനട്ടഡ് ഇന്നോവ ഇപ്പോൾ അവിടെ പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടി സീറ്റ് വരും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഫുള്ള് റെഡ് കളർ വണ്ടിയാണ്, ചെറിയ റെഡ് കളറിൽ ആ ഒരു കളർ വണ്ടിയായിരുന്നു. അതിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ച് റെഡിയായി വെച്ചിട്ടുണ്ട്. ഗാനട്ടഡ് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തു. കാലിബ്രൊക്കെ റെഡ് അടിച്ചിട്ട് ഇപ്പോൾ സെറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോളിഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ആയിട്ടും വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാരേജിൽ ഷോക്ക് അബ്സർ, ബോണറ്റിന് ഷോക്ക് അബ്സർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഷോക്ക് അബ്സറിൻ്റെ സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇൻസ്റ്റയിൽ റീൽസ് ഇട്ടിരുന്നു. അപ്പോൾ റിവിറ്റ് അടിച്ച് സെറ്റ് ചെയ്തോടുന്നൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളോട് കമൻ്റ് ഇട്ടിരുന്നു. റിവിറ്റ് അടിച്ച് സെറ്റ് ചെയ്യാൻ സാധിക്കും, പക്ഷെ അത് താൽക്കാലികമാണ്. നമ്മളിപ്പോൾ ഈ ഒരു ബോണറ്റിൻ്റെ തിക്നെസ് വെച്ചിട്ട്
നമ്മൾ 12 കിലോ വെയിറ്റ് വരുന്ന ഒരു ഷോക്ക് അബ്സർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യണ സമയത്ത് വരുന്ന ആ ടോർക്ക് ഉണ്ടല്ലോ, ആ ടോർക്ക് ഈ ബോണറ്റുമ്പോൾ വരുന്ന ഈ തകിടിനില്ല. അപ്പോൾ ആ തകിടിന് ഒരു സെപ്പറേറ്റ് ഒരു പ്ലേറ്റ് നമ്മൾ സ്പോട്ട് ചെയ്തതിന് ശേഷം ഈ പ്ലേറ്റുമ്പോൾ നെറ്റ് ബോൾട്ട് ആഡ് ചെയ്യും. അതിന് ശേഷം അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഷോക്ക് നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇവിടെയും അതേപോലെ തകിടുമ്പോൾ പ്ലേറ്റ് വെച്ചു, 2 നെറ്റ് ആഡ് ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു ബോഡി ഫ്രെയിമും ഈ പറഞ്ഞ മാതിരി തന്നെയാണ്, വെയിറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ ഇത്രയും 10-12 കിലോ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യണ സമയത്ത് വരുന്ന ആ ഒരു ടോർക്ക് താങ്ങാനായിട്ട് അവിടെയും നമ്മൾ ചെറിയൊരു തകിടിൻ്റെ പീസ് വെച്ചിട്ട് നെറ്റ് ടാക്ക് ചെയ്തെടുക്കുക ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിവിറ്റ് അടിച്ച് ചെയ്യാത്ത താൽക്കാലികമാണ്. പിന്നെ റിവിറ്റ് അടിച്ച് ചെയ്തത് എന്തെങ്കിലും ഇപ്പോൾ ഷോക്ക് അബ്സർ ലീക്കേജോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് നെറ്റ് ബോൾട്ട് അഴിച്ചിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും റീപ്ലേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് നമ്മൾ ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ ജസ്റ്റ് നമ്മളെ വീഡിയോ അവസാനിക്കാതെ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ചെറിയൊരു ഗ്യാരേജിലെ വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, ആ ബോണറ്റ് കാണിച്ചു തരാം, പിന്നെ ഇവിടെ നടക്കുന്ന വർക്കുകൾ കാണിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും